ഹലോ ഓൾ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് ആണ് അത്. ഞാനത് കുറേ പേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നോക്കിയതാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന്. അപ്പോൾ അതാ ഞാൻ ഈ സൈഡിൽ കാണിക്കാം. ഇതാണ് ആ ഫോട്ടോ. ഇതുപോലെ ഇപ്പോൾ കുറേ പേര് എഡിറ്റ് ചെയ്തിടുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കി ഓരോരുത്തർ ഫോട്ടോ കട്ട് ചെയ്തെടുത്ത് ഇതുപോലൊരു കൊളാഷ് പോലെ കുറേ പേര് ഇടുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാനതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് അറിയില്ല. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു ഇതെങ്ങനെയാണ് ചേച്ചി ചെയ്യണേന്ന്. അപ്പം ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ പേർക്ക് ഇത് അറിയായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിത് ചെയ്യണത് പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ചാണ്. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ നോക്കിയപ്പോൾ അതിലൊക്കെ 2-3 ആപ്പൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു എഡിറ്റിംഗ് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് മാത്രം വെച്ചാണ് ഞാൻ ആ ഒരു എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ യൂട്യൂബിൽ ഇതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം, വേറെ ആപ്പൊക്കെ വെച്ച് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പിക്സാർട്ട് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് എല്ലാ സ്റ്റെപ്പുകളും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യാം. ഇതാണ് പിക്സാർട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ദെൻ പിക്സാർട്ട് ഓപ്പൺ ആക്കുക. ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതിൽ കുറേ നമ്മുടെ ഗാലറിയിലുള്ള ഇമേജസ് ഒക്കെ വരും. അതിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇടയിൽ ആഡൊക്കെ വരും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ ആഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ പേഴ്സണെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സൈഡിൽ താഴെ കുറേ മെനൂസ് ഉണ്ട്. അത് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ കട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലോത്ത്സ്, സ്കൈ, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ പേഴ്സൺ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ പേഴ്സൺ അവിടെ സെലക്ട് ആയിട്ട് വരും. ദെൻ എന്നിട്ട് ടിക്ക് ഇവിടെ മുകളിലായിട്ട് ടിക്ക് ഓപ്ഷൻ ഉണ്ട്. ആ ടിക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ പേഴ്സൺ അവിടെ കട്ടായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട് താഴെ തന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പോൾ എഫക്ട്സ് അതിൽ ക്ലിക്ക് ചെയ്യുക. ആ എഫക്ട്സിൽ താഴെ കുറേ എഫക്ട്സുകളുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, ബ്ലർ ഉണ്ട്, കളേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. അതിൽ നമുക്ക് മാജിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ മാജിക്കിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ അതിൽ ഫ്ലോറ എന്ന് പറഞ്ഞ എഫക്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യണത്. ഓക്കെ, ഇതാണ് ഫ്ലോറ എഫക്റ്റ്. ഇപ്പോൾ അപ്ലൈ ആയി വരും. അപ്പോൾ ഇത് ഭയങ്കര ഫ്ലോറ എഫക്റ്റ് ഭയങ്കര കൂടി കിടക്കേണ്ട. നമുക്കതൊന്ന് ഒരു 50-ൽ കിടാം. അപ്പോൾ അതിൽ ഫ്ലോറ എഫക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു ഇത് വരും. ആ ഫെയ്ഡ് എന്നുള്ളത് 0-ലായിരിക്കും. അത് നമുക്ക് 50-ൽക്കാക്കി കൊടുക്കാം. ഓക്കെ, 50 ഇത്രയും നമുക്ക് മതി. ദെൻ ഇതും നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ബോർഡർ കൊടുക്കണം. അതും താഴെ തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ ഉണ്ടായിരിക്കും ബോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. ആ ബോർഡർ ഒന്ന് നമുക്കൊരു 37 ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ബോർഡറും അതിന് വന്നു. ഞാൻ അതും ടിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോ പേഴ്സണിൻ്റെയും ഫോട്ടോ കട്ട് ചെയ്തെടുത്ത് അതിനൊരു എഫക്റ്റ് അപ്ലൈ ചെയ്ത് ദെൻ ബോർഡർ കൊടുക്കുക. ദെൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ടോപ്പിൽ സേവിൻ്റെ ഒരു ആരോ ബട്ടൺ താഴേക്ക് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മുകളിലുണ്ടാവും. ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ സേവായി വന്നിട്ടുണ്ടായിരിക്കും. ഈ ഇതൊന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ മെമ്പേഴ്സിൻ്റെയും ഫോട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ എല്ലാം ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്തെടുക്കാം. ആവശ്യമുള്ള ആൾക്കാരുടെ എല്ലാം ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഇങ്ങനെ ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ ചെയ്തതാണ്, ഇതുപോലെ ഓരോരുത്തരും ചെയ്ത് ഗാലറിയിൽ സേവ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനൊരു കൊളാഷ് പോലെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. അതും നമുക്ക് പിക്സാർട്ട് വെച്ച് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം പിക്സാർട്ട് മൊത്തം ഒന്ന് ക്ലോസ് ചെയ്യാം. ആദ്യം പിക്സാർട്ട് ഓപ്പൺ ആക്കാം. ദെൻ അതിൽ ബ്ലാങ്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഇവിടെ കണ്ടോ ബ്ലാങ്ക്. ആ ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ചിലപ്പോൾ ആഡൊക്കെ വരും. അപ്പോൾ ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തെ മെനു ബാർ സ്ക്രോൾ ചെയ്യുമ്പോൾ
ഫിറ്റ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. ആ ഫിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഏത് റേഷ്യോയിലാണ് ഫോട്ടോ വേണ്ടതെന്നുള്ളത് നമുക്കതിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സ്ക്വയർ വേണോ, അല്ലെങ്കിൽ 3:4 റേഷ്യോയിൽ വേണോ, പോർട്രേറ്റിൽ വേണോ, സ്റ്റോറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ വേണോ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പോർട്രേറ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോർട്രേറ്റിൽ വന്നു. ഇനി നമുക്ക് ഇതിപ്പോൾ ഒരു ബ്ലാക്ക് കളറായിരിക്കും. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക്ഗ്രൗണ്ട് വേറെ എന്തെങ്കിലും ഇമേജ് വേണമെങ്കിൽ അങ്ങനെ ഇതിൽ തന്നെ ഡീഫോൾട്ടായിട്ട് കുറേ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് കൊടുക്കണമെങ്കിൽ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഗാലറിയിൽ പോയി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി അതല്ല, ഇതിൽ തന്നെ കുറേ ഇമേജസുകളുണ്ട്, അതിലേതെങ്കിലും ഇടണമെങ്കിൽ നമുക്ക് ഇതിടാം. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഇമേജിൽ ഉള്ളൊരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും റേഷ്യോയും സെലക്ട് ചെയ്ത ശേഷം ടിക്ക് കൊടുക്കാം. ഇനി ഇതിൽ തന്നെ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എല്ലാ ഏതൊക്കെ ഫോട്ടോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മുകളിൽ ആഡ് എന്ന് പറഞ്ഞു അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ എല്ലാ ഫോട്ടോയും വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ഈ ഫോട്ടോ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടോ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഫോട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ ആക്കിയത് ഫ്രണ്ടിൽ വന്ന് നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ബാക്കിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ലെയേഴ്സിൻ്റെ ഒരു ഇത് കാണാം സൈഡിൽ റൈറ്റ് കോർണറിൽ കണ്ടു. അപ്പോൾ ഈ ലെയേഴ്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഫോട്ടോയും സെപ്പറേറ്റ് ലെയറായിട്ട്. അപ്പോൾ ഈ ഫോട്ടോ ആണ് എനിക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ ഫോട്ടോയിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നേരെ താഴേക്ക് അതിനെ വലിച്ചിടുകയാണ്, ഏറ്റവും താഴേക്ക്. അപ്പോൾ അതെല്ലാ ഫോട്ടോയുടെയും താഴേക്ക് പോയിട്ടുണ്ടായിരിക്കും. കണ്ടോ, അങ്ങനെ നമുക്ക് ഫ്രണ്ടിൽ ഇതാക്കണോ താഴേക്ക് ആക്കണോ അങ്ങനെ അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമുക്കിതിൽ ചെയ്യാം. ഞാൻ ആ ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഫോട്ടോയും കൂടെ ഉണ്ടല്ലേ, ലെയേഴ്സ് ഉണ്ടോ. അപ്പം ഇങ്ങനെയാണ് ആ ഒരു എഡിറ്റിംഗ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എത്ര മെമ്പേഴ്സിൻ്റെ ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്യാം. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഒരു സംശയമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ആഡൊക്കെ ഇതിൽ വരും. ആഡ് വന്നാൽ ജസ്റ്റ് ചെറിയൊരു ആഡായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ആഡ് ക്ലോസ് ചെയ്ത് കളയാം. ഇതിനെ വീണ്ടും ഗാലറിയിൽ സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് ഞാനിപ്പോൾ ചെയ്ത ഫോട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നത് ഈ ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാനിവിടെ റെഡ് ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ ചെയ്ത എഡിറ്റിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിക്സാർട്ടിൽ തന്നെ എല്ലാം ചെയ്യാം, എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.